ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നിതാ നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു അടിപൊളി കോമഡി ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ അമേരിക്കൻ കോമഡി ക്രൈം ഡീപ് കവർ. 3 ഡ്രാമ നടന്മാർക്ക് റിയൽ ലൈഫിൽ ഡ്രഗ് ഡീലർമാരുടെ വേഷം കെട്ടേണ്ടി വരുന്നു. അവർ ഒറിജിനൽ ഡ്രഗ് ഡീലേഴ്സ് അല്ല, ഡ്രഗ് ഡീലേഴ്സിനെ പോലെ വേഷം കെട്ടി വന്നവരാ. പക്ഷെ നടക്കുന്ന സംഭവങ്ങളും വെടിവെപ്പും എല്ലാം ഒറിജിനൽ. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ഓടിയേ തീരൂ. ഞങ്ങൾ ഒറിജിനൽ അല്ല ഫേക്ക് ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുകയോ? പോലീസും റൗഡികളും 2 ഭാഗത്ത്. അവരെ ഇന്ന് രക്ഷപ്പെടാൻ പെടുന്ന നമ്മുടെ ഹീറോസിന്റെ പാടാണ് ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 2 റൗഡി ഗ്യാങ്ങുകൾ തമ്മിൽ വമ്പൻ ചേസ്. അതിലെ ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ബൈക്കർ ലേഡി കുറച്ചധികം ഡ്രഗ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ എതിർ ഗ്യാങ് ആ പെണ്ണിനെ ഫോളോ ചെയ്ത് പോവുക. ഇതേ സമയത്ത് പോലീസുകാരും ഇവരെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസുകാരെ കൊണ്ട് കഴിയുന്നില്ല. ഭയങ്കര വെടിവെപ്പും ബഹളവും ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വളരെ സാധുവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഹീറോ. ഹീറോയ്ക്ക് ആൾക്കാരുമായിട്ട് കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സുമായിട്ട് ഇടപഴകാൻ അറിയില്ല. തമാശകൾ പറഞ്ഞ് അവരോടൊപ്പം കൂട്ടുകൂടാൻ അറിയില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു കുഴപ്പമാണ്. ഇടയ്ക്ക് ആള് ചെന്ന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അബദ്ധത്തിൽപ്പെടും. ഇപ്പൊ കൊളീഗ്സ് 3 പേര് ഏതോ ക്ലൈന്റ് വിളിച്ചപ്പം അയാൾ ഫക്ക് ഓഫ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക. ഇത് കേട്ട് കൂടെ ചിരിച്ച ഹീറോ ഇവരെ ബോസ് വന്നിട്ട് തന്റെ പണി കഴിഞ്ഞോ സെർവർ അപ്ഡേറ്റ് ചെയ്തോ ചോദിക്കും. അപ്പൊ ഈ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഹീറോ ബോസിനോട് ഫക്ക് ഓഫ് എന്ന് പറയും. ബോസ് ആകെ അമ്പരം നിൽക്കുക. എന്താ സംഭവിച്ചെന്ന് ഒരു നിമിഷം ആർക്കും പിടിയിട്ടില്ല. ഉടനെ ഹീറോയെ ബോസ് അങ്ങേരെ ക്യാബിനിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. ഹീറോ സോറി പറഞ്ഞിട്ട് ഞാൻ ഫക്ക് ഓഫ് പറഞ്ഞെങ്കിലും അതൊരു മോശപ്പെട്ട രീതിയിലല്ല, നല്ല രീതിയിലുള്ള ഫക്ക് ഓഫ് ആണെന്ന് പറയും. ബോസിന്റെ കൂടെ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബോസിന് ഹീറോയുടെ ചെറിയ കുറവുകളൊക്കെ അറിയാം. പറ്റിയത് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി. ഹീറോയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത കുഴപ്പമാണ്. അതുകൊണ്ട് ബോസ് പറയും, നീ ആദ്യം ഇവിടുത്തെ ജോലികൾ ചെയ്യും, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് പഠിച്ചിട്ട് വാ, എന്നാലേ ഇവിടെ തുടർന്നു പോകാൻ പറ്റുള്ളൂ. ഹീറോ ശരിയെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ സെക്കൻഡ് ഹീറോ അങ്ങേരാണെങ്കിൽ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. കുറേ നാളായിട്ട് സിനിമയിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓവർ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് എല്ലായിടത്തും നിന്ന് ഒഴിവാക്കും. 2 ഡയലോഗ് പറയാൻ പറഞ്ഞ് 6 ഡയലോഗ് പറയും. കരഞ്ഞ് മെഴുകി അനാവശ്യ എമോഷണലൊക്കെ ഇടും. എന്തായാലും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ജോലിയൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹീറോ, ചെറിയ ഹീറോ, ജോലി വിട്ട് വീട്ടിൽ പോകുന്നതിനിടയ്ക്ക് തെരുവിലൊരു കോമഡി ക്ലാസിന്റെ പോസ്റ്റർ കാണും. കോമഡി പറയാനും സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ്, ഒരു ഡ്രാമ ടീച്ചിങ്. അതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഹീറോ ആ തിയേറ്ററിനകത്തേക്ക് കയറി ചെല്ലാണ്. അവിടെ സുന്ദരിയായ ഒരു ലേഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ 3ാമത്തെ ഹീറോ, കഥയിലെ നായിക. അവൾക്കാണെങ്കിൽ ഒരുപാട് നാളായിട്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കോമഡി ക്ലാസ് ഒക്കെ എടുത്തുകൊടുത്ത് ജീവിച്ചു പോകുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കോമഡി പോലും പറയാത്ത പാവങ്ങളാണ് ഈ ക്ലാസ്സിലുള്ളത്. അതിലൊരു അപ്പൂപ്പനും അമ്മച്ചിയും. അവർക്ക് ഹീറോയിൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. പുതിയൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറയും. അപ്പൂപ്പന് 2 വാക്ക് പറഞ്ഞിട്ട് കൂടുതൽ പറയാൻ അറിയില്ല. ഉടനെ ഹീറോയിൻ സ്റ്റേജിൽ കയറി എപ്പോഴും നോ എന്ന് പറഞ്ഞ് നമ്മൾ ആ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യരുത്, യെസ് എന്നോ ആൻഡ് എന്നോ കൂട്ടിയിട്ട് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് ആ കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകണം. തെറ്റുകൾ പറ്റുമോ എന്നല്ല ആലോചിക്കേണ്ടത്, പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് തേടേണ്ടതെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ കുഞ്ഞു ഹീറോ പുറകെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. അറിയാതെ ഒരു ഗ്ലാസ് തട്ടിയിടുകയും ചെയ്യും. ഈ ശബ്ദം കേട്ട ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പം കുഞ്ഞു ഹീറോയിനെ കണ്ടിട്ട്, ഇതാ നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്, ഇങ്ങേരെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞ് കുഞ്ഞു ഹീറോയിന്റെ കൂടെ പെയർ ചെയ്യാൻ മറ്റൊരാളെ നോക്കും. അപ്പൊ അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ സെക്കൻഡ് ഹീറോ, നാടകക്കാരൻ ഹീറോ ഒരുപാട് നാളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഹീറോയിന്റെ അസിസ്റ്റന്റാ, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടപ്പുണ്ടാവും. സോ നാടകക്കാരനെയും കുഞ്ഞു ഹീറോയിനെയും കൂടെ സ്റ്റേജിൽ കയറ്റുന്നു. പുതിയൊരു സബ്ജക്റ്റ് കൊടുക്കും. നാടകക്കാരൻ ഘോരം പ്രസംഗിക്കുക. വാ തുറന്ന ഡയലോഗും എക്സ്പ്രഷനും ഇട്ട് മെഴുകുവാള്. ഇതിന് കുഞ്ഞു ഹീറോയ്ക്ക് മറുപടിയില്ല. സോറി, എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഉത്തരവില്ല എന്ന് പറയും ഹീറോ. എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ കുഞ്ഞു ഹീറോയും അവിടുത്തെ ട്രെയിനിങ്ങിൽ ചേരുന്നുണ്ട്. കുഞ്ഞു ഹീറോയ്ക്ക് സന്തോഷമായി. ഹീറോയിന് സ്റ്റാൻഡപ്പ് പ്രോഗ്രാം ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഹീറോയിൻ പഠിപ്പിച്ചു വിടുന്ന സ്റ്റുഡൻസിനൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ അവൾക്ക് അസൂയ അല്ലെങ്കിൽ ഒരു വിഷമം. അത് കഴിയുമ്പോൾ ഹീറോയിൻ അവളുടെ കോളേജ് കൂട്ടുകാരികളെ കാണാൻ ചെല്ലും. എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹീറോയിൻ ആയിരുന്നു അവരിലെ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കും. എന്നാൽ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ കണ്ടിട്ട് കോമഡി ഒന്നും വിലപ്പോവില്ല. അത് പറഞ്ഞ് സക്സസ് ആയവരൊക്കെ വളരെ കുറവാണ്. നീ അത് വിട്ടിട്ട് വേറെന്തെങ്കിലും ജോലി നോക്ക്, നിനക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും കൂട്ടുകാരികൾ. അത് ഹീറോയിന് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് സങ്കടമായ അവൾക്ക്. താൻ ലൈഫിൽ ഒന്നും ആയില്ലല്ലോ, ഒന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഇവിടെ നാടക നടനാണെങ്കിൽ അവസാനം പ്രതീക്ഷിച്ചിരുന്ന റോളും സിനിമയിൽ
നിന്നും നഷ്ടായി. അയാളെ ജീവിതവും മൂഞ്ചി നിൽക്കുക. അതേപോലെ കുഞ്ഞി ഹീറോനെയും കൂടെയുള്ള കൊളീഗ്സ് ഇൻസൾട്ട് ചെയ്യുക. ആരും കൂട്ടുകൂടാൻ സമ്മതിക്കുന്നില്ല. നീ ഇന്ന് വൈകിട്ട് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ പാർട്ടിക്ക് പോകുന്നുണ്ട്, ഞങ്ങളുടെ ബാക്കിയുള്ള ജോലിയും കൂടെ ചേട്ടനൊന്ന് തീർത്തു വെക്കുമോ എന്ന് ചോദിച്ചിട്ട് കൊളീഗ്സ് ഓഫീസിൽ നിന്ന് പോകും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഹീറോയിന്റെ പ്രോഗ്രാം, അവളുടെ ഒരു ചെറിയ പ്രോഗ്രാം ഒരു പോലീസുകാരനിരുന്ന് കാണുന്നുണ്ട്. അയാൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹീറോയിനോട് വന്ന് ചോദിക്കും, ഞാൻ നിങ്ങളെ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നു, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുണ്ട്, അതിന് നിങ്ങളായിരിക്കും ആപ്റ്റായിട്ടുണ്ടാവുക. പോലീസിന്റെ ഒരു അണ്ടർ കവർ പ്രൊജക്റ്റാണ്. അതിനുവേണ്ടി ഡ്രഗ് ഡീലേഴ്സിനെ പോലെ വേഷം കെട്ടുന്ന ആളെ വേണം. ഞങ്ങൾ കുറച്ച് നാളായി സിറ്റിയിൽ നടക്കുന്ന ഡ്രഗ് ഡീലിംഗ് ചെയിൻസിനെ പിടിക്കാൻ നോക്കുക, പക്ഷെ ക്ലൂ കിട്ടുന്നില്ല, അവരിലേക്ക് എത്താൻ പറ്റുന്നില്ല. പോലീസിന്റെ മണം കിട്ടിയാൽ അവരെല്ലാം പാഞ്ഞുകളയും, എവിഡൻസ് എല്ലാം മാറ്റിക്കളയും. അതുകൊണ്ട് പോലീസിലല്ലാത്ത ആൾക്കാരെ വെച്ച് ഞങ്ങൾ ഈ മിഷൻ തീർക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനുവേണ്ടി ചില ആക്ടേഴ്സിനെ വേണം. ചെറിയ പണിയേ ഉള്ളൂ. ഓരോ പണിക്കും $200 വെച്ച് ഞങ്ങൾ തരും. 3 പേരാണ് ജോലി ചെയ്യേണ്ടത്. ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ചെല്ലുക, കഞ്ചാവോ മയക്കുമരുന്നോ വാങ്ങിക്കുക, അത്രയുള്ളൂ ജോലി. അത് വാങ്ങിച്ചാൽ ഉടനെ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരും. ആ വിറ്റാളെ പിടിക്കുകയും ചെയ്യും. ഹീറോയിൻ ആദ്യം ഒന്ന് മടിക്കും, എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഇറങ്ങിപ്പോകും. ഒരു ചെറിയ ജോലി ചെയ്താൽ $200 കിട്ടുമല്ലോ, എന്നാ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹീറോ. ഇതിനാപ്റ്റായ 2 പേര് വേണം. ബാക്കി എല്ലാവർക്കും ഒരുപാട് പണികളുണ്ട്. മണ്ടന്മാരായ 2 പേരുള്ളത് ഒന്ന് കുഞ്ഞു ഹീറോയും പിന്നെ നാടക നടനുമാണ്. ഇവന്മാരെ ആകുമ്പോൾ എളുപ്പം പറഞ്ഞു പറ്റിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ 2 പേരെയും വിളിച്ചിരുത്തി, പോലീസിന്റെ ജോലിയാണ്, $200 വെച്ച് കിട്ടും, ഇതൊരു ട്രെയിനിങ് ആയിട്ട് കൂട്ടിയാൽ മതി, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആക്ടിംഗ് ട്രെയിനിങ്, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൂട്ടിയാൽ മതി. പോലീസിന്റെ സംരക്ഷണം ഉണ്ടാവുമല്ലോ, നമുക്ക് യഥാർത്ഥ ആൾക്കാരുമായിട്ട് ഇടപഴകാനും കഴിയും. പോയി സാധനം വാങ്ങിക്കുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ കുഞ്ഞു ഹീറോ ഒരു പേടി, പോലീസിനെ തന്നെ എനിക്ക് പേടിയാ, പിന്നെ റൗഡികളുടെ അടുത്ത് പോയിട്ട് സാധനം വാങ്ങിക്കുക, എന്നെ കൊണ്ട് പറ്റില്ല എന്നാ ഹീറോ. നാടകക്കാരനാണെങ്കിൽ ഞാൻ അഭിനയിച്ചാൽ ക്യാമറയുടെ മുന്നിൽ റിയൽ ലൈഫിൽ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന്. ഇത് കേട്ട ഹീറോയും പറയും, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, നമുക്കുണ്ടാവുന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ജോലി സ്ഥലത്തും നമ്മുടെ കുട്ടികൾക്കും അയൽക്കാരോടും ഇവരോടൊക്കെ പറയാം. ഒരുപാട് തമാശകളുണ്ടാവും, പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഇതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ പണത്തിനുപരി? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു യഥാർത്ഥ ട്രെയിനിങ്ങും കൂടിയാണ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൺവിൻസിംഗ് ആയി പറയുമ്പോൾ നാടകക്കാരനും കുഞ്ഞു ഹീറോയ്ക്കും അതെല്ലാം സത്യമാണല്ലോ. നമ്മൾ വലിയ ആൾക്കാരാവാൻ പോവുക എന്നുള്ള വിചാരത്തിൽ ഓക്കെ ഞങ്ങൾ തയ്യാറാണെന്ന് പറയാണ്. എന്നിട്ട് ഇവർ 3 പേരും തെരുവിലെ തെമ്മാടികളെ പോലെ വസ്ത്രം ധരിച്ച് കഞ്ചാവ് ബീഡി വാങ്ങിക്കാൻ വേണ്ടി പോവുക. ആദ്യമേ ഇവർ ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങേരാണ് ഇവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ ചെന്ന് ബീഡി വാങ്ങിക്കണം, അല്ലെങ്കിൽ ആ ബീഡിക്കുള്ള കഞ്ചാവ് വാങ്ങിക്കണം. ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തുള്ള സംഭാഷണമെല്ലാം പോലീസുകാരൻ കൊടുത്ത ടേപ്പിൽ അവർ റെക്കോർഡ് ചെയ്യുക. ഇതാണ് അവരുടെ ജോലി. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ പോലീസുകാരൻ നോക്കിക്കോളും. സോ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഹീറോയിൻ കൂട്ടുകാർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. ഇതൊരു കോമഡി ഇംപ്രൂവ്മെന്റ് നാടകമെന്ന് കരുതിയാൽ മതി, മറ്റൊന്നും വിചാരിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളും. കുഞ്ഞു ഹീറോയ്ക്കാണെങ്കിൽ പേടിയും വിറവലും. ഒന്നും പേടിക്കണ്ട, നേരെ ചെല്ലുക, പീടി ചോദിക്കുക, വാങ്ങിക്കുക, $200 നമ്മുടെ കയ്യിൽ. സോ ധൈര്യമായിട്ട് ചെന്നോന്ന് പറഞ്ഞ് ഇവരാദ്യം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്താണ് ചെല്ലുന്നത്. അയാളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ കുഞ്ഞു ഹീറോയും നാടക നടനും പരസ്പര ബന്ധമില്ലാത്തതുപോലെ ഈ ഷോപ്പിനകത്തേക്ക് കയറും. അത് കഴിയുമ്പോഴാണ് ഹീറോയിൻ വരുന്നത്. ഹീറോയിൻ ഒരു സ്ട്രീറ്റ് ഗേളിനെ പോലെ അഭിനയിച്ച് കാണിച്ചിട്ട് പുറത്ത് ഭയങ്കര തണുപ്പാ. ആ തണുപ്പിന് പറ്റിയൊരു പുക എനിക്ക് വേണം. ഉടനെ നാടകക്കാരന്റെ കമന്റ്, ഇതൊക്കെ ഒരു തണുപ്പാണോ? തണുപ്പറിയണമെങ്കിൽ മാഞ്ചസ്റ്ററിലേക്ക് പോയി നോക്കുക. ഇത് കേട്ടതും കടക്കാരനൊരു സംശയം, നിനക്കയാൾ അറിയുമോ എന്ന് കടക്കാരൻ ചോദിക്കും ഹീറോയിനോട്. ഹീറോയിൻ ഇനി അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവള് പറയും, അങ്ങനെ ഒരു പാപം കൂടെ സംഭവിച്ചു, അവൻ എൻ്റെ അളിയനാണ്, എന്തായാലും കുറച്ച് സ്മോക്ക് തരൂ, വില കുറഞ്ഞത് മതി. ഇത് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു ഹീറോ എന്തൊക്കെയോ സാധനങ്ങൾ താഴെ തട്ടിയിടും. ഇതെല്ലാം താഴെ വീണ ഉടനെ അങ്ങേര് പേടിച്ചിട്ട്, സോറി കാറ്റ്, എനിക്കറിയാതെ സംഭവിച്ച, സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാണ്. കടക്കാരനാണെങ്കിൽ ഇത് കേട്ടിട്ട്, അപ്പൊ നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നാണോ? നിങ്ങൾക്കൊക്കെ എന്താടാ വേണ്ടതെന്ന് ചോദിക്കും. ഉടനെ ഹീറോയിൻ പറയും, കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് പ്രത്യേകതരം സ്മോക്കാണ് വേണ്ടതെന്ന് പറയാണ്. കടക്കാരൻ ഒരു പെട്ടി വില കുറഞ്ഞ സിഗരറ്റ് എടുത്ത് വയ്ക്കുന്നു. ഇത് കണ്ടത് ഇവർ പറയും, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കേൾക്കുമ്പോൾ കടക്കാരൻ, മനസ്സിലായി, കുറച്ച് കഞ്ചാവ് കൂടെ ചുരുട്ടി വെച്ച പുകയല്ലേ, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷെ അത് തരണമെങ്കിൽ നിങ്ങൾ ഒറിജിനലാണോ പോലീസിന്റെ ആൾക്കാരാണോ എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഉടനെ നാടകക്കാരൻ അവന്റെ നാടകം ഇറക്കുക. ഷീ എന്ന് പറഞ്ഞൊരു വിസിലടിച്ചിട്ട്, ഇനിയും ഒരു തവണ നീ ഇങ്ങനെ സംസാരിച്ചാൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുത്ത് കളയും, നിനക്ക് നാക്കില്ലാതെ മിണ്ടണോ? അത് കേൾക്കുമ്പോൾ കടക്കാരൻ, ഓക്കെ സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. നിന്റെ കയ്യിലുള്ള മൊത്തം വേണമെന്ന് പറയുകയാണ് നാടകക്കാരൻ. അപ്പൊ കടക്കാരൻ, വിൽക്കാനാണോ നിങ്ങൾക്ക്? വിൽക്കാനാണെങ്കിൽ നീ എന്താ തരില്ലേ എന്നാണ് നാടകക്കാരന്റെ ചോദ്യം. എങ്കിൽ 1 മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞ് കടക്കാരൻ അകത്തേക്ക് പോവാണ്. ഹീറോയിൻ നാടകക്കാരനോട് പറയും, നീ ആവശ്യത്തിനുള്ള വർത്താനം മാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ കുഴപ്പമുണ്ടാക്കി വെടിവെച്ച് കൊല്ലിപ്പിക്കരുത്, ഒരുപാട് ഓവറാക്കി ചളാക്കണ്ട. അപ്പൊ നാടകക്കാരനാണെങ്കിൽ, ഇവനാണ് ആ പേപ്പറൊക്കെ തട്ടിയിട്ടത്,
ഞാൻ സീൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ? നമുക്ക് എന്തായാലും ഒരു ബീഡി വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോവാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടക്കാരൻ വന്നിട്ട് എന്റെ കൂടെ വായോ, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. ഇവരെ സംസാരമൊക്കെ പോലീസുകാരൻ കേൾക്കുന്നുണ്ട്. സംഭവം കൈവിട്ട് പോയി എന്ന് പോലീസുകാരന് മനസ്സിലായി. ഈ മണ്ടന്മാരെല്ലാം നശിപ്പിക്കുമല്ലോ, ഇനി അവന്മാരെ കൊന്നുകളയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. ഇതൊന്നും അറിയാതെ ഹീറോയിനും കൂട്ടുകാരും ആ കടക്കാരന്റെ കൂടെ ഇങ്ങോട്ടോ പോകുന്നുണ്ട്. അയാൾ ഒരു ലോക്കൽ തെരുവിലേക്ക്, ഒരു ഡ്രഗ് ഡീലറുടെ അടുത്തേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ആ കെട്ടിടത്തിനകത്തേക്ക് എൻ്റർ ആവുമ്പോൾ തന്നെ കയ്യിലുള്ള വെപ്പൺസ് എല്ലാം മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു ഹീറോ പേന എടുത്ത് മാറ്റിവെക്കും. പേനയും ഒരു വെപ്പണാണല്ലോ. എന്തായാലും അകത്ത് പോകുമ്പം ഒരു മെയിൻ റൗഡി അവിടെ നിൽപ്പുണ്ട്. അയാൾ ഒരു ഡ്രഗ് ഡീലറാണ്. ഫ്ലൈ എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ ഹീറോസിനെ കൊണ്ടുപോയ ആള് ഇവര് പുതിയ ബയേഴ്സ് ആണെന്ന് പറയും, പുതിയ ഇടപാടുകാര്. ഇവരെ രൂപവും ഭാവം കണ്ടിട്ട് ഫ്ലൈ ചോദിക്കുകയാണ്, ആ കുള്ളനെ കാണാൻ ഒരു അക്കൗണ്ടന്റിനെ പോലെ ഉണ്ടല്ലോ, നിങ്ങളെയൊന്നും കണ്ടാൽ ഡ്രഗ് ഡീലിംഗ് പീപ്പിൾസ് ആണെന്ന് പറയില്ല, നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് ചോദിക്കും. ഹീറോയും പറയും, ഞങ്ങൾ ഈ ഫീൽഡിൽ ഒരുപാട് നാളായിട്ടുണ്ട്, പക്ഷേ ഈ സിറ്റിയിലേക്ക് പുതിയതാ. ഇങ്ങേര് ഞങ്ങളുടെ ടെക്നിക്കൽ അസിസ്റ്റന്റാ. ബാങ്ക് ഫ്രോഡിലെ നമ്പർ 1 ആളായിരുന്നു. ആരും കണ്ടാൽ സംശയിക്കാത്തൊരു ക്രിമിനൽ. ഇയാൾക്ക് പോലീസുകാർ വെച്ച പേര് ദ സ്ക്വയർ. വലിയ ഹിറ്റ് ലിസ്റ്റിലെ പുള്ളിയാണെന്ന് പറയും. ഉടനെ കുഞ്ഞു ഹീറോ തല കുനിച്ചിട്ട് ഗുഡ് ഡേ സാർ എന്ന് പറയുന്നുണ്ട്. ഇവന്മാരെ നിപ്പും നോട്ടം ഒന്നും അത്ര വിശ്വസനീയമല്ല. അതുകൊണ്ട് ആ ഡീലർ ഫ്ലൈ ചോദിക്കും, ഇത്രയും സ്റ്റോക്ക് എടുത്തിട്ട് പോയി നിങ്ങൾ എന്ത് ചെയ്യാനാ, എന്തിനാണ് ഇത്ര ആവശ്യമെന്ന്. ഹീറോയും പറയും, ഞങ്ങൾക്ക് ചിക്കാഗോ വിട്ട് പോകണം, പോലീസ് ഞങ്ങളെ വലവീശി തേടുന്നുണ്ട്, അതുകൊണ്ട് വലിയൊരു ഡീല് നടത്തിയാൽ ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള പണം കിട്ടും, അതുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്നതെന്ന് പറയാം. ഞങ്ങൾക്കൊരു പുതിയ സപ്ലൈ വേണം. ഇത് കേൾക്കുമ്പോൾ ഫ്ലൈക്ക് ഓക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു കച്ചവടം നടക്കണം. അതുകൊണ്ട് ഫ്ലൈ ആ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ഫ്ലൈക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഒരു റൗഡി പെണ്ണുണ്ട്. അവളാണ് ഈ സാധനം കൊണ്ടുവന്ന് കൊടുക്കുക. 3 പൊതി കൊക്കെയിൻ. വെറും കഞ്ചാവീടി അന്വേഷിച്ച് വന്നവർക്ക് ഇപ്പൊ 3 പൊതി കൊക്കെയിൻ കണ്ടുകിട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. ആകെ പേടിച്ച് വരണ്ടിരിക്കുക. എന്നാലും നാടകക്കാരൻ മസിൽ വിട്ടിട്ടില്ല. അതാണ് രസം. ഫ്ലൈ അത് ടേബിളിൽ വെച്ചിട്ട്, ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വരൂ, ഒറിജിനൽ സാധനമാണ്. ആരാണ് ചെക്ക് ചെയ്യാൻ വരുന്നത്? സ്ക്വയർ ആണോ? നിങ്ങളുടെ വലിയ ഡോൺ അങ്ങേരായിരിക്കുമല്ലോ. എന്നാൽ അങ്ങേരെ തന്നെ വിടുന്ന് പറയും. പാവം നമ്മുടെ കുഞ്ഞൻ മെല്ലെ കോട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട്. ഫ്ലൈ ഒരു താക്കോലി ഈ ഡ്രഗ്സ് എടുത്ത് കുഞ്ഞു ഹീറോയ്ക്ക് കൊടുക്കും. കുഞ്ഞു ഹീറോ പറയും, സോറി, ഞാനിങ്ങനെ അൺഹൈജീനിക് ആയിട്ട് മണക്കാറില്ല, ക്ലീൻ ആയിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ വേണമെന്നില്ല എന്ന് പറയും. ഉടനെ ഫ്ലൈ, അതൊന്നും കുഴപ്പമില്ല, കീല് മണത്തില്ലെങ്കിൽ എന്താ, പ്രോപ്പർ ലൈൻ ഉണ്ടാക്കി തരാം, എന്നിട്ട് മണത്തോളൂ എന്ന് പറഞ്ഞ് ഡ്രഗ് മൂക്കി വലിച്ചു കയറ്റുന്നത് പോലെ ഒരു ലൈൻ ഈ പൊടിയിട്ട് കൊടുക്കുകയാണ്. ഇറങ്ങി ഓടാനും പറ്റാത്ത അവസ്ഥ. ഇത് വലിക്കാണ്ട് വേറെ വഴിയില്ല. സോ കുഞ്ഞു ഹീറോ രണ്ടും കൽപ്പിച്ച് ആ പൊടി അങ്ങ് വലിച്ചു കയറ്റും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പൊടി വലിക്കുന്നത്. കണ്ണീന്നൊക്കെ പൊന്നീച്ച പാറുന്നുണ്ട്. ശ്വാസം മുട്ടിയിട്ട് പറയും, നന്നായിട്ടുണ്ട്, ഇത് ഒറിജിനല്ല, നന്നായിട്ടുണ്ട്. ഉടനെ ഈ നാടകക്കാരൻ വായടച്ചിരുന്നാൽ മതി, അവൻ അനാവശ്യമായിട്ട് ഡയലോഗ് ഇടും. അതേപോലെ ഇപ്രാവശ്യം കുറച്ച് ഓവറായിട്ട് ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ളതിൽ കടലമാവാണെങ്കിലോ? ഈ ചോദ്യം കുഞ്ഞൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആ മണ്ടൻ ചോദിച്ചതിന് ഇനി ബാക്കിയുള്ളതും കൂടെ മണത്ത് നോക്കേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞൻ പേടിച്ചരണ്ടിരിക്കുക. ഫ്ലൈ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളതും കൂടെ മണക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ലൈനും കൂടെ നിരത്തും. കുഞ്ഞിന് വേറെ വഴിയില്ല, അവൻ അടുത്തും കൂടെ വലിച്ചു കയറ്റും. ആകെ മൊത്തം വണ്ടറായി. ഇല്ലല്ല, ഇത് കടലമാവല്ല, ഒറിജിനൽ കൊക്കെയിൻ തന്നെയാണെന്ന് പറയും. പിന്നെ അടുത്ത ലൈനും കൂടെ. ഇപ്പൊ പിരിയിളകി ശ്വാസം കിട്ടുന്നില്ല. ആളുടെ കണ്ണൊക്കെ തെളിഞ്ഞ് പഴുത്തിരിക്കുക. ആ സമയത്ത് ആരോ വെടിപൊട്ടിച്ച് ഇവരെ സങ്കേതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അൽബേനിയൻ ഗ്രൂപ്പ്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഫ്ലൈയും ഫ്ലൈയിന്റെ അസിസ്റ്റന്റും കൂടെ ആ കൊക്കെയിൻ അടിച്ചു മാറ്റിയത്. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൽബേനിയൻ ഗ്രൂപ്പ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവര് ഫ്ലൈനെ മിരട്ടി, എവിടെയാടാ ഞങ്ങളുടെ ഡ്രഗ് എന്ന് ചോദിക്കും. ടേബിളിൽ ഇരിക്കുന്ന 3 പൊതി കണ്ടിട്ട് ഇത് ഇത്രയുള്ളോ, ബാക്കിയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അവർ കുഞ്ഞൻ ഹീറോ ഇവരുടെ ആളാന്ന് വിചാരിച്ചിട്ട് ബോട്ടിലെടുത്ത് കുഞ്ഞൻ ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കും. ഈ നേരത്ത് ഹീറോയിൻ ഇടപെട്ട്, അത് ഞങ്ങളുടെ കൊക്കെയിനാ, ഞങ്ങൾ ആ കൊക്കെയിൻ ഫ്ലൈക്ക് വിൽക്കാൻ വേണ്ടി വന്നവരാണ്, അല്ലാതെ നിന്റെ കൊക്കെയിൻ അല്ലാതെ, ഈ ആള് ഞങ്ങളുടെ ആളാ. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം നടക്കണേന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സാധനം ഞങ്ങൾ വിൽക്കാൻ വന്നു, അവർ $50,000 ചരക്ക് വാങ്ങാന്നും പറഞ്ഞു. ഇനി നിനക്ക് ആ ചരക്ക് വേണമെങ്കിൽ നീ കൂടുതൽ തരണം. ഹീറോയിൻ ഈ കാര്യങ്ങൾ നല്ല ഷാർപ്പായിട്ട് സംസാരിക്കും. സോ ആ അൽബേനിയൻ ഗ്യാങ് വിചാരിക്കും അവൾ ഒറിജിനലാണെന്ന്. അപ്പോഴായിരിക്കും നാടകക്കാരന്റെ പ്രവേശനം. അവർ 50 തന്നെങ്കിൽ നീ 80 വാങ്ങിച്ചോ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് വെറുതെ പോവില്ല. ഉടനെ അൽബേനിയന് ദേഷ്യം വന്നു. അപ്പം ബോട്ടിലുകൊണ്ട് നീ ആരാടാ പുല്ലേന്ന് ചോദിച്ചിട്ട് നാടകക്കാരന്റെ കഴുത്തിന് കുത്തിവെക്കുക. നാടകക്കാരൻ വിട്ടിട്ടില്ല. അവൻ നാടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാ കുത്തടാ, എനിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഇത്രയും കാലം അറിഞ്ഞിട്ടില്ല, നീ അറിയിച്ചതാ, കുത്തിക്കോ. നമ്മുടെ കുഞ്ഞപ്പനാണെങ്കിൽ ഡ്രഗ് അടിച്ച് പിരിപോയി എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. അവസാനം ഹീറോയും പറയും, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, സാധനം വേണ്ടവർ പണം തന്നാൽ ഞങ്ങൾ സാധനം തരും. ഞങ്ങൾ ഇവിടെ ഒരു അടി ഉണ്ടാക്കാൻ വന്നവരല്ല, ഞങ്ങൾ ഡീലേഴ്സാണ്, ഞങ്ങളുടെ പണം തന്നോളൂ, സാധനം എടുത്തോളൂ. സോ ഇത് കേട്ട അൽബേനിയൻസ് ആ മാർക്കറ്റിൽ സപ്ലൈ അവർ മാത്രം ചെയ്യണം എന്നുള്ള വിചാരം കൊണ്ട് ഇവർ ചോദിച്ച പണം കൊടുത്തിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് പോകും. അവന്മാര് പറ്റിക്കപ്പെട്ടതറിഞ്ഞ് ഫ്ലൈക്ക് ആകെ സന്തോഷമായി. അവന്മാരുടെ സാധനങ്ങൾ അവന്മാരുടെ തന്നെ വിറ്റല്ലോ, നിങ്ങൾ ഭയങ്കര കില്ലാടികൾ തന്നെ, ഞാൻ വിചാരിച്ച പോലത്തെ ആൾക്കാരല്ല, നിങ്ങൾക്ക് വേണ്ട
വേണ്ട കട്ടിങ് ഞാൻ തരാം. എന്തായാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ല. ഇതേപോലുള്ള വർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഫ്ലൈ അയാളുടെ പണിക്ക് തിരിച്ചു പോകും. നമ്മുടെ ടീമാണെങ്കിൽ ശ്വാസം പിടിച്ച് തിരിച്ചു വരിക. ഒരു സെക്കൻഡിൽ ഇവരെല്ലാം ചാവണ്ടായിരുന്നു. ഇനി ഈ പണിക്ക് ഞാനില്ല. ഒരു ബീഡി അന്വേഷിച്ചു പോയി ഇപ്പൊ ജീവൻ പോയാൻ ഞങ്ങളെ വെറുതെ വിട്ടേക്കൂന്ന് പറഞ്ഞ് അവര് പോലീസുകാരനോട് വന്ന് കെഞ്ച. അപ്പൊ പോലീസുകാരൻ പറയും, ഒരു ബീഡിക്ക് പോയ നിങ്ങൾ വലിയൊരു ഡ്രഗ് കാർട്ടലിനകത്താണ് പ്രവേശിച്ചത്, എന്നിട്ട് ജീവനോടെ തിരിച്ചു വരും ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയല്ല സംഭവങ്ങൾ. ഇത് വലിയൊരു മിഷനാണ്. അതിലേക്ക് കടന്നു ചെല്ലാനും വിവരങ്ങൾ കൈമാറാനും നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. ഫ്ലൈ ഇപ്പൊ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. അവന്റെ ഡീലിംഗ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്താൽ മതി. ഇത് കേട്ട ഹീറോയിനും കൂട്ടുകാരും ജീവൻ പണയം വെച്ചുള്ള കളികൾക്ക് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ വിട്ടേക്കു സാർ, ഞങ്ങൾ പഴയ പണി തന്നെ ചെയ്തോളാം, പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കേൾക്കുന്ന പോലീസുകാരനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞ് മനസ്സിലാവില്ലേ, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ പോലീസ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പണം മാത്രമല്ല, ഈ ഡ്രഗ് കാർട്ടൽസിനെ മുഴുവൻ പിടിച്ചാൽ നിങ്ങൾ ഈ നാടിന്റെ ഹീറോസാ. ഒരു നാടകക്കാര് ഈ നാട്ടിലെ ഡ്രഗ് ഗ്രൂപ്പിനെല്ലാം പിടിച്ചു കൊടുത്തു എന്ന് വലിയ ന്യൂസ് വരുന്ന ആലോചിച്ച് നോക്ക്. പോലീസിന് നിങ്ങൾ ഈ കേസിൽ സഹായിച്ചിട്ട് ഈ നാടിന്റെ വലിയ ഹീറോസായി മാറും. ജീവിതത്തിൽ എന്തോരം പരാജയങ്ങൾ നിങ്ങൾ അനുഭവിച്ചാണ്. എല്ലാവരും നിങ്ങൾ റിജക്റ്റ് ചെയ്തില്ലേ, പക്ഷെ നിങ്ങളിലെ കഴിവ് ഞാനാണ് കണ്ടെത്തിയത്. എന്നിട്ട് എന്നെ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്താലോ? ഈ ലോകം നിങ്ങളെ കാണണ്ടേ, അറിയണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ആകെ ഉത്തേജനായി. ഈ നാടിന്റെ ഹീറോസ് കിട്ടിയ അവസരമാണത്. ഇത് പാഴാക്കരുത്. റിയൽ ലൈഫിൽ കോമഡിയൻസ് ആണല്ലോ, അതുകൊണ്ട് ഈ നാടകത്തിലെങ്കിലും ഹീറോസ് ആവാന്ന് പറഞ്ഞ് അവർ ഡീപ്പ് കവർ ഏജന്റുമാരായിട്ട് പോലീസിന്റെ ഈ അണ്ടർ കവർ ഓപ്പറേഷനിൽ പങ്കാളികളാവാണ്. സ്റ്റൈലായി വേഷമൊക്കെ ധരിച്ച് അവർ നേരെ ഫ്ലൈയിന്റെ ഓഫീസിലേക്ക് പോകും. അവിടെ നമ്മൾ നേരത്തെ കണ്ട അസിസ്റ്റന്റ് പെണ്ണുണ്ട്. അവളോട് ഫ്ലൈ എവിടെയാന്ന് ചോദിച്ചിട്ട് ഹീറോ ഈ നാടകക്കാരനും ഫ്ലൈനെ കാണാൻ പോകുന്നു. കുഞ്ഞു ഹീറോ ആണെങ്കിൽ ഈ പെണ്ണിനെ സഹായിക്കാന്ന് പറഞ്ഞ് അവൾ അടുക്കി വെക്കാനിരുന്ന ട്രേ ഒരെണ്ണം തന്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങാൻ നിൽക്കും. പെണ്ണുങ്ങളെ സഹായിക്കേണ്ടത് ഒരു പുരുഷന്റെ കടമയാണെന്ന് പറയും. ഉടനെ അസിസ്റ്റന്റ് ഇവന്റെ കൈ തട്ടി മാറ്റിയിട്ട്, എനിക്ക് പുരുഷന്റെ സഹായം വേണമെന്ന് ഞാൻ ചോദിച്ചോടോ? ഒരു പെണ്ണിന് ഒരു പുരുഷന്റെ ആവശ്യമില്ല, എനിക്കിത് സ്വന്തമായിട്ട് നോക്കാൻ അറിയാമെന്ന് പറയും. ഉടനെ കുഞ്ഞനാണെങ്കിൽ താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ട്രേയും കൂടെ അവളുടെ പുറത്തേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് സോറി മാഡം എന്ന് പറയും. ഈ സമയത്ത് ബാക്കിയുള്ള 2 പേര് ഫ്ലൈയെ ചെന്ന് കണ്ട്, ഞങ്ങൾക്കിപ്പോൾ പുറത്തുനിന്ന് ജോലിയൊന്നും കിട്ടുന്നില്ല, എന്തെങ്കിലും ജോലി വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് വന്നാണെന്ന് പറയും. പോലീസിന്റെ ശല്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ഇവർ ചോദിക്കും. സോ ഫ്ലൈ, ഇപ്പൊ എനിക്ക് ഡീലിംഗ് ഒന്നും നടക്കുന്നില്ല, എന്നാൽ ഒരു $20,000 എനിക്കൊരാൾ തരാനുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വാ, അതാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം തരുന്ന ജോലി. ഇവർ ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെടും. ഈ സമയത്ത് കുഞ്ഞു ഹീറോ ആണെങ്കിൽ മറ്റേ അസിസ്റ്റന്റ് പെണ്ണിനോട് അയാളാൽ പറ്റുന്ന രീതിയിൽ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓരോ ബ്രാൻഡിയും ഏത് നാട്ടിൽ നിന്നാണ് ഉണ്ടായെന്ന് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട പെണ്ണിന് ഇവൻ ശരിക്കും തഗ് തന്നെയാണോ എന്നുള്ള സംശയം. താനൊരു സ്ട്രേഞ്ച് പേഴ്സണാ, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു, മണ്ടനെ പോലെ സംസാരിക്കുന്നു, എന്നാൽ ചെയ്യുന്നതോ ക്രിമിനൽ വേലകളും. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കേട്ട കുഞ്ഞു ഹീറോ പറയും, വില കൂടിയ സാധനങ്ങളെല്ലാം കുറച്ച് സ്ട്രേഞ്ച് ആയിരിക്കും, അത് സ്വന്തമാക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. കുഞ്ഞു ഹീറോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള 2 പേരും അയാളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഇവരാദ്യമേ പോലീസുകാരനെ വിളിച്ച്, ഫ്ലൈ ഞങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ട്, ഒരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കണം, എന്നാൽ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, അയാൾ ഇനി റൗഡിയാണെങ്കിലോ, ഞങ്ങളെ കൊന്നുകളഞ്ഞാലോ? ഇത് കേട്ട പോലീസുകാരൻ പറയും, നിങ്ങൾ ധൈര്യമായിട്ട് പോ, നിങ്ങൾക്ക് കവറായിട്ട് ഞാനുണ്ടല്ലോ, അയാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊടുത്താൽ മതി, ഫ്ലൈ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അതേതെങ്കിലും പാവത്താനായിരിക്കും, ധൈര്യമായിട്ട് പോകാൻ പറയും. ഇതും വിശ്വസിച്ച് ഇവരെ അഡ്രസ്സിൽ പോയി നോക്കുമ്പോൾ വലിയൊരു ഗുണ്ടുപാപ്പൻ. ഭാഗ്യത്തിന് അങ്ങേര് ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ ആൾക്കാർ കയറി ചെന്ന ഉടനെ, ഞങ്ങൾക്ക് ഫ്ലൈന്റെ പണം തിരിച്ചു വേണം, അല്ലെങ്കിൽ തന്നെ തട്ടാൻ വേണ്ടി ഞങ്ങൾ വന്നാണെന്ന് പറയും. എന്നിട്ട് നമ്മുടെ സ്ക്വയർ കുഞ്ഞു ഹീറോ ഒരു ബോട്ടിലെടുത്ത് ഭിത്തിയിലടിക്കുന്നുണ്ട്. അതാണെങ്കിൽ പൊട്ടുന്നുമില്ല. ആ പണി പാളിന്ന് മനസ്സിലാവുമ്പോൾ നാടകക്കാരൻ അയൺ ബോക്സ് എടുത്ത് അവന്റെ പാൻറ് അഴുകി, ഇന്ന് അവന്റെ കുഞ്ഞൂട്ടനെ ഞാൻ പൊള്ളിച്ചിട്ട് അടങ്ങുള്ളൂ, നിന്നെ വെറുതെ വിടില്ല, ഇപ്പൊ പൊള്ളിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പ ഗുണ്ടു റൗഡി പേടിച്ചിട്ട്, പണം എന്റെ ബാഗിലുണ്ട്, ഒന്ന് മാറി തരാണെങ്കിൽ ഞാനത് എടുത്തു തരാന്ന് പറയും. നാടകക്കാരൻ സംശയിച്ച് ബാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊരു മുഴുത്ത കത്തിയാണുള്ളത്. ആയുധം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടു റൗഡി പണം ബാഗിലുണ്ടെന്ന് പറഞ്ഞത്. നാടകക്കാരൻ അതേ കത്തി കാണിച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഗുണ്ടു റൗഡി, എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞ് കറിക്കത്തിയെടുത്ത് ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞിട്ട് ജീവനും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കും. അയാളെ നിർഭാഗ്യത്തിന് അതുവഴി കടന്നു പോകുന്ന ഒരു വാനി ഇടിച്ച് ആ സ്പോട്ടിൽ തന്നെ ഗുണ്ടു റൗഡി മരണപ്പെടുക. പിന്നെ അനക്കൂല. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്തായാലും വന്ന കാര്യം നടത്താന്ന് പറഞ്ഞിട്ട് ഇവർ ആ വീട്ടിൽ നിന്ന് പണം എടുത്ത് ഈ മരിച്ച ആളുടെ ഒരു ഫോട്ടോയും എടുത്തിട്ട് അവിടുന്ന് കടന്നു പോകും.
അത് കഴിഞ്ഞ് പോലീസുകാരനെ വിളിച്ച് ഈ ആക്സിഡന്റിനെ പറ്റി പറയുന്നു. അപ്പോഴാണ് പോലീസുകാരൻ പറയുക, മരിച്ചതൊരു ബഡാമാസ് റൗഡിയായിരുന്നു. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, നിങ്ങൾ അറിഞ്ഞല്ലോ സംഭവിച്ചത്. ഇപ്പൊ ഫ്ലൈ എന്തായാലും നിങ്ങളെ കൂടുതൽ വിശ്വസിക്കും. നിങ്ങൾ തന്നെയാണ് അവനെ കൊന്നേന്ന് പറഞ്ഞിട്ട് ഈ പണം തിരികെ കൊടുക്ക്, നിങ്ങൾക്ക് അവിടെ സ്ഥാനം ഉറപ്പാന്ന് പറയും പോലീസ്. സോ ഇവരതും നമ്പി ഫ്ലൈന്റെ അടുത്തേക്ക് തിരിച്ചു പോവാ. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഈ മരിച്ച റൗഡിയെ പരിശോധിക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നത്. സിറ്റിയിലെ 2 മണ്ടം പോലീസുകാർക്കാണ് ഈ കേസ് കിട്ടുക. അവരാദ്യം ഇതൊരു ആക്സിഡന്റ് ആണെന്നാണ് വിചാരിക്കുക. പക്ഷെ ഇയാളുടെ വീട്ടിൽ കയറി നോക്കുമ്പോൾ ആരോ കുണ്ടുദാതനെ തുരത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അതേപോലെ ഈ ആക്സിഡന്റ് കണ്ട അയൽവാസി 3 പേര് ബോഡിക്കടുത്തുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. 2 ആണും 1 പെണ്ണും. അതാരാണെന്നാണ് പോലീസുകാർക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ ഫ്ലൈന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് മരിച്ച ആളുടെ ഫോട്ടോ കാണിച്ച്, ഞങ്ങൾ ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കി, അവൻ അടങ്ങിയില്ല, അതുകൊണ്ട് തല്ലിക്കൊല്ലേണ്ടി വന്നു, എന്തായാലും പണം തിരിച്ച് കിട്ടിയല്ലോ എന്ന് വീരവാദം അടിക്കും. ഇത് കേട്ട് ഫ്ലൈ പറയും, ആക്ച്വലി ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യായിരുന്നു, നിന്റെ ഒന്നും മോന്തകൾ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾ റിയൽ തഗ് തന്നെയാണ്. എന്തായാലും ചെയ്ത ജോലിക്ക് ഇതാ കൂലി, ഇനി അടുത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയും പറയും, ഇങ്ങനെയുള്ള ആപ്പ പണിക്കല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഒറിജിനലാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ, ഒന്നുകിൽ റിയൽ ഡീല് ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ ആ അൽബേനിയൻസിന്റെ കൂടെ പോയി ചേരും, എന്നിട്ട് തനിക്കെതിരെ പണി. എന്താ വേണ്ട? ഇത് കേട്ട ഫ്ലൈ പറയും, ഒന്ന് അടങ്ങ്, നിങ്ങൾ എനിക്ക് വേണം, അടുത്ത ജോലി വരെ കാത്തിരിക്കാനല്ല ഞാൻ പറഞ്ഞോളൂ, അടുത്ത ഷിപ്മെന്റ് ഞാൻ അറിയിക്കാം. ഇന്ന് എന്റെ ബർത്ത്ഡേയാ, ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു, എല്ലാവരും മതി മറന്ന് കുടിച്ചോ, ഇന്ന് എന്റെ വകയാണ് ട്രീറ്റ് എന്നും പറഞ്ഞ് ഫ്ലൈ ഇവർക്കെല്ലാം മദ്യം ഒഴിക്കും. അവരെ വലിയൊരു പാർട്ടിക്ക് വിളിച്ചോണ്ട് പോകുന്നു. ഇവരും തോനെ കുടിച്ച് നല്ല ഫിറ്റ് ആവുന്നുണ്ട് അയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞ് ഹീറോയിനും കൂട്ടുകാരും ഫ്ലൈ എല്ലാവരും കൂടെ ചേർന്ന് തെരുവിലൂടെ നടന്നു വരുമ്പോഴാണ് ഹീറോയിന്റെ കൂട്ടുകാരികൾ ഹീറോയിനെ കാണുന്നത്. അവര് ഹീറോയിന്റെ കോലം കണ്ട് ഞെട്ടും. ക്യാറ്റ്, നീ എന്താ ഇങ്ങനെ? നീ ഇന്നെന്തോ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് ഇവിടെ കുടിച്ചു നടക്കുകയാണോ? ആരാ ഇവരൊക്കെ? ഹീറോയിന് എന്താ പറയണ്ടെന്നറിയില്ല, അവള് പകച്ചു നിൽക്കുക. അപ്പോഴാണ് ഫ്ലൈ വന്നിട്ട് ചോദിക്കുക, ഏതാണ് ഈ തള്ളക്കുരുവികളെന്ന്. ഹീറോയിൻ പറയും, എനിക്കറിയാൻ പാടില്ല, ഏതോ സം റാൻഡം ബിച്ചസ്, പണ്ടത്തെ ഏതെങ്കിലും വർക്കിലെ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നായിരിക്കും, ഈ പെണ്ണുങ്ങൾ വലിയ ശല്യാന്ന് പറയും. എന്നിട്ട് ഫ്ലൈ മാറുമ്പോൾ, നിങ്ങൾ പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാ ഡേഞ്ചറാന്ന് പറയാണ്. കൂട്ടുകാരികൾ ഇത് കേട്ടിട്ട്, ക്യാറ്റ്, നീ ജീവിതത്തിൽ സക്സസ് ആയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് നശിച്ചു പോകരുത്, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ കൂട്ടുകാരുണ്ടല്ലോ, ഞങ്ങൾ ഇതിനെ വെറുതെ വിടില്ല, ദയവ് ചെയ്ത് തിരിച്ചു വാ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടരുത്. ഇവരെ സംസാരം കേട്ട് അസിസ്റ്റന്റ് പെണ്ണ് കൂട്ടുകാരികൾ ഹീറോയിനെ ശല്യം ചെയ്യാന്ന് വിചാരിക്കും. അതുകൊണ്ട് അവള് കത്തി കാണിച്ച് ഓടിക്കോടി, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞ് ഇവരെ മിരട്ടുക. കൂട്ടുകാരികളെല്ലാം പേടിച്ചോടും. അത് കഴിഞ്ഞ് ഇവരൊരു കഫേയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 12 മണിയാവുമ്പോൾ ഫ്ലൈന്റെ ബർത്ത്ഡേ. എല്ലാവരും ബർത്ത്ഡേ വിഷ് പറയുന്നു. വീണ്ടും അവർ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫ്ലൈ ചോദിക്കുക നമ്മുടെ കുട്ടികളോട്, നിങ്ങൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഹീറോയിൻ പറയും, 15 സ്റ്റേറ്റുകളിലും ഞാൻ കുഴിച്ചിട്ട ഒരുപാട് ഡെഡ് ബോഡീസിന്റെ കഥകളുണ്ട്, അതെല്ലാം പറഞ്ഞു തീർക്കാൻ സമയം തികയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നാടകക്കാരനാണെങ്കിൽ കുറെ പറയാനുണ്ട്. അവൻ പറയും, ഞാൻ ഒരുപാട് യാത്ര ചെയ്തു, എന്റെ അച്ഛനെ അമ്മേനെയൊക്കെ 5 വയസ്സിൽ വിട്ടുവന്നു, പിന്നെ ഒരു കമ്പനിയിൽ ഏജന്റ് ആയിരുന്നു, അവിടുന്ന് കൊള്ള കൊല പിടിച്ചുപറി പീഡനം, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പോയി. ഇതെല്ലാം കേട്ടിട്ട് ഫ്ലൈ പറയും, നീ പറഞ്ഞെല്ലാം ശരി, പക്ഷെ സുറിച്ചിലെ നീ നോർത്തനെ പോലെ എന്തിനു സംസാരിക്കുന്നു? അത് ഞാൻ മാഞ്ചസ്റ്ററിൽ കുറച്ചു കാലം വെയിറ്ററായിട്ട് ജോലി ചെയ്തോണ്ടാ, ഇപ്പത് ശരിയായി. ഇത് കേൾക്കുമ്പോൾ ഫ്ലൈ പറയും, നിങ്ങൾ ശരിക്കുള്ള തഗ്ഗാണെന്ന് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നിന്നെ കൊന്നിരുന്നേനെ, അത്രയ്ക്കും കുഴപ്പമുണ്ട് നിന്റെ വർത്താനത്തിൽ. ഇതും പറഞ്ഞ് അവർ ചിരിക്കും. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പെണ്ണ് കുഞ്ഞൻ ഹീറോയോട് ചോദിക്കുകയാണ്, താൻ എങ്ങനെയാണ് ഈ ജോലിക്ക് വന്നതെന്ന്. കുഞ്ഞൻ ഹീറോ പറയും, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു, എപ്പോഴും തനിമയായിരുന്നു, അതൊന്ന് മാറിക്കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവരടുത്തേക്ക് എത്തി. ജോലി ഡേഞ്ചർ ആണെങ്കിലും ഞാനിപ്പോൾ തനിമയിലല്ല, എനിക്ക് കൂട്ടിന് ഒരുപാട് പേരുണ്ട്. ഇവരെ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നാടകക്കാരൻ ഫ്ലൈനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഈ ജോലിക്ക് വന്നതെന്ന്. ഫ്ലൈ പറയും, എൻ്റെ അച്ഛൻ ഇതേ ജോലിയായിരുന്നു, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ചെറുപ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ മോൾ അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ പോർച്ചുഗലിലാക്കിയത്. ഇപ്പം എനിക്ക് അവളെ കാണാൻ പോലും പോകാൻ കഴിയാറില്ല, ഒരു മോശപ്പെട്ട ജീവിതമാണ് എൻ്റെത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ആരോടും സംസാരിക്കാറില്ല, നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ സംസാരിച്ചാന്ന് പറയും. ഈ സമയത്താണ് ഫ്ലൈക്ക് ഒരു കോള് വരുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താന്ന് ഫ്ലൈ പറയും. ഹീറോയിൻ ചോദിക്കും, നിങ്ങൾ ആരാ വിളിച്ചതെന്ന്. ഫ്ലൈ പറയും, ബോസ് ആണെന്ന്, എൻ്റെ റിയൽ ബോസ്, അയാൾക്ക് നമ്മളെല്ലാം കാണണമത്രേ, നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം, മെറ്റ്കാഫിന്റെ അടുത്തേക്ക്. ഇതും പറഞ്ഞ് ഇവരെയും കാറി കയറ്റി ഏതോ മെറ്റ്കാഫ് എന്ന വലിയ റൗഡിയുടെ അടുത്തേക്ക് പോവാണ്. ഹീറോയിൻ ആ ഡീറ്റെയിൽസ് നമ്മുടെ പോലീസുകാരന് ഫോർവേഡ് ചെയ്യും. ഉടനെ പോലീസുകാരൻ പറയും, മെറ്റ്കാഫ് UK ഇമ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഡീലറാ, വലിയ ഡോൺ, അയാൾക്ക് ഒരു കാര്യം അറിയാൻ പാടില്ല, അതുകൊണ്ട് നമ്മളെ മെസ്സേജ് വരെ ഡിലീറ്റ് ചെയ്തേക്ക്, സിംഹത്തിന്റെ മടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇതും കേട്ട് ഹീറോയിനും കൂട്ടുകാരും പേടിച്ചിരിക്കുക. ഫ്ലൈ നേരെ മെറ്റ്കാഫിന്റെ അടുത്തേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. മെറ്റ്കാഫ് നമ്മുടെ ഫ്ലൈനടുത്ത് വിളിച്ചിട്ട്, നീ അൽബേനിയൻസുമായിട്ട് കച്ചറ ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി, 3 മാക്രികളെ വെച്ച് അവരുടെ സാധനം അവർക്ക് എന്നെ തിരിച്ചു വിറ്റതായിട്ട് അവരറിഞ്ഞ ഉടനെ അവരെന്നെയാണ് വിളിച്ചത്. ഞാനിപ്പോൾ അൽബേനിയൻസുമായിട്ട് കൂട്ടില്ല, അവരുമായിട്ട് ബിസിനസ് നടത്തുന്നുണ്ട്, എന്നാൽ നീ ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ട് അവർ ഞാനുമായിട്ട് ബിസിനസ് നടത്താൻ തയ്യാറല്ല, നിന്റെ തല വേണമെന്നാണ് പറയുന്നത്. ആ പ്രശ്നം നമുക്ക് ആദ്യം
സോൾവ് ചെയ്യണം. അതൊക്കെ പോട്ടെ, നിനക്ക് എവിടുന്നാണ് ഈ മാക്രികളെ കിട്ടിയത്? ഇവന്മാരാരാണെന്ന് മെറ്റ്കാഫ് ചോദിക്കും. ഫ്ലൈ പറയും, ഇവന്മാർ റിയൽ ഡീലാ, നല്ല പെടപ്പം പിള്ളേർ. ഇവരാണ് ആ ഗുണ്ടുവിലനെ തട്ടിയത്. പലരും തട്ടാൻ പേടിച്ചതാ. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് സ്കെച്ച് പോലും ഇടാതെ ഇവന്മാര് ഗുണ്ടനെ തട്ടി. അത്രയും ആംബിയറുള്ള പിള്ളേരാ. ഇത് കേട്ട് മെറ്റ്കാഫ് പറയും, അവരെ വെച്ച് നീ എന്ത് വേണേലും ചെയ്തോ, എനിക്കതറിയണ്ട. ഇപ്പം എനിക്കൊരു ന്യൂ സപ്ലൈ വേണം. അൽബേനിയൻസ് തയ്യാറല്ല. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരു ന്യൂ സപ്ലൈ കണ്ടുപിടിക്കുക. മെറ്റ്കാഫ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ റൗഡികൾ ഏതോ ഒരാളെ തല്ലിക്കൊന്ന് വലിച്ചെടുത്തോണ്ട് പോവാ. ഇത് നമ്മുടെ പിള്ളേര് കാണുന്നുണ്ട്. അവർ ഈ കോൺവെർസേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഉടനെ പോലീസുകാരനെ വിളിക്കും. പോലീസുകാരാ, ഇപ്പോ ഈ നിമിഷം ഞങ്ങൾ ഈ ജോലിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞോട്. എന്ത് തരാന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കൊലപാതകം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതാ. ഞങ്ങൾ ഫേക്ക് ആണെന്ന് മനസ്സിലായ അവന്മാർ കൊന്നുകളെ. ദയവേത് ഞങ്ങളെ പുറത്താക്കുക. ഇത് കേട്ടിട്ട് പോലീസുകാരൻ പറയും, 2 വർഷമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങളാ. 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാനേജ് ചെയ്ത്. ആർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയുന്നവരെ അവിടെ തന്നെ നില്ല. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ടീമുമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ, പേടിക്കണ്ട, അവിടെ തന്നെ നില്ല. ഇത് കേട്ട് ഹീറോയിനും കൂട്ടുകാർക്കും മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവരതിനകത്ത് തന്നെ നിൽക്കും. ഈ സമയത്ത് പോലീസുകാർ അയൽക്കാരൻ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ ഹീറോ ടീമിന്റെ 3 പേരെയും രേഖാചിത്രം വരച്ചെടുത്തു കഴിഞ്ഞു. അവരാണ് പ്രൈം സസ്പെക്റ്റുകൾ. അവരെക്കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇതേ സമയത്ത് തന്നെ പോലീസുകാർക്ക് അൽബേനിയൻസിന്റെയും മെറ്റ്കാഫിന്റെയും സംഘങ്ങളുടെ മീറ്റിംഗ്സിലെ ഫോട്ടോസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഏതോ ചാരൻ അയച്ചു കൊടുത്ത അതിലെ 3 പേരെ കാണുമ്പോൾ ഈ രേഖാചിത്രവുമായിട്ട് അവർ മാച്ച് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻസ്. സോ പോലീസുകാർ വിചാരിക്കും അവർ നാട്ടിലെ പ്രധാന റൗഡികളാണെന്ന്. അവരെ പിടിക്കാൻ വേണ്ടിയുള്ള വലവീശലാണ് അത് കഴിയുമ്പോൾ. ഈ സമയത്ത് ഫ്ലൈ നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട്, മെറ്റ്കാഫിന് പുതിയൊരു സപ്ലൈ വേണം. എനിക്കൊരു ടീമിനെ അറിയാം, പക്ഷേ അവർ ഞാനുമായിട്ട് ബിസിനസ് നടത്തില്ല. പണ്ടൊരു അടിയുണ്ടായി, എനിക്ക് വെട്ട് കിട്ടിയതാ. അതുകൊണ്ട് നിങ്ങൾ 3 പേരും വേണം പോയിട്ട് ആ ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ. ഒരു ആഫ്രിക്കൻ ടീമിന്റെ കൂടെയാണ്. അവരെ ചെന്ന് കാണുന്നു പറയും. പൈസയും കൊടുത്ത് പറഞ്ഞോടും. സോ ഹീറോയിനും കൂട്ടുകാരും ആ ആഫ്രിക്കൻ ടീമിനെ കാണാൻ പോവാ. അത് മറ്റൊരു വലിയ ഗ്യാങ്സ്റ്റർ ടീമാ. അനങ്ങിയ തട്ടിക്കളയും. അതുകൊണ്ട് നമ്മുടെ നാടകക്കാരൻ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഗ്രനേഡ് കയ്യിൽ കരുതിയിട്ടുണ്ട്. എന്നാൽ അത് കളിപ്പാട്ട കടയിൽ നിന്ന് വാങ്ങിച്ച റബ്ബർ ഗ്രനേഡാ. ഇതും കൊണ്ടുപോയാൽ അവർ നമ്മുടെ തലയരിയെന്ന് ഹീറോയിൻ പറയുമ്പോൾ അവർക്കറിയില്ലല്ലോ ഇത് ഫേക്ക് ആണെന്ന്. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട, അവർ പേടിച്ചോട്ടെ. ഇതും പറഞ്ഞ് ഇവർ 3 പേരും ആ ആഫ്രിക്കൻ ടീമിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു ലേഡിയാണ് അവരുടെ തലവി. ചെന്നുടനെ ആ ലേഡി എന്താ വേണ്ടെന്ന് ചോദിക്കും. ഇവർ പറയും, വി ആർ ബയേഴ്സ്, ഞങ്ങൾക്ക് ഡ്രഗ്സ് ആണ് വേണ്ടത്. ഉടനെ ആ പെണ്ണ് ചോദിക്കുകയാണ് എത്രയാണെന്ന്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ബൊളീവിയൻ, കൊളംബിയൻ, ആഫ്രിക്കൻ. പുറകിൽ നിന്ന് കുഞ്ഞൻ പറയും, ഫ്രഞ്ച് കൊക്കൈനൊക്കെ ഉണ്ടോ? മിണ്ടാതിരിക്കടാന്ന് ഇവർ കണ്ണ് കാണിക്കുകയാണ്. ഇവർ പറയും, കൊക്കൈനൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നൈട്രജൻ ഗ്യാസാ. അത് വേണമെങ്കിൽ വീപ്പ് നിറച്ചുകൊണ്ട് വാങ്ങിച്ചിട്ട് പോയിക്കോ. ഈ നൈട്രജനും ഡ്രഗായിട്ട് ചിലർ യൂസ് ചെയ്യാറുണ്ട്, ഒരു ചെറിയ ഡ്രഗായിട്ട്. ഇത് കണ്ടിട്ട് നാടകക്കാരൻ പറയും, ഞങ്ങൾക്ക് വേണ്ടത് കൊക്കൈനാ, അല്ലാതെ പിള്ളേർക്ക് പാല് കൊടുക്കുന്ന ഈ സാധനമല്ല. ഇതാദ്യം ഇല്ലീഗലാണോ? തെരുവി വലിച്ചെറിഞ്ഞാലും പോലീസ് പിടിക്കില്ല. എന്നിട്ട് പെട്ടിയിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന മണ്ടന്മാര്. കൊക്കൈൻ ഉണ്ടോ ഇല്ലയോ? ഇത് കേട്ട ഉടനെ ആ തലവി ലേഡി പറയും, നിനക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോ, അല്ലെങ്കിൽ വായടച്ചിട്ട് ഇറങ്ങിപ്പോന്ന്. നാടകക്കാരൻ വെറുതെ ഇരിക്കാതെ കത്തി കയ്യിലെടുത്തിട്ട്, ഇനി നിനക്ക് എന്നെ വായടപ്പിക്കാൻ പറ്റുമോടി എന്ന് ചോദിക്കും. ഉടനെ ഈ പെണ്ണ് വലിയൊരു വാളെടുത്തോണ്ട് വരിക. എന്തു പറഞ്ഞടാ? ഒന്നുകൂടെ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയടാന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നാടകക്കാരൻ പവർ വിടാതെ തന്നെ, ഞങ്ങൾ നിങ്ങളെ കളിപ്പിക്കാമെന്നല്ല, ഞങ്ങൾ എ പാർട്ടികളാ, ഈ നാട്ടിലെ വലിയ ടീമാ, ഞങ്ങൾക്ക് കോക്ക് വേണം. ചെറിയ പിള്ളേരെ കാണിച്ച് പേടിപ്പിക്കണ്ട, കോക്ക് എടുക്കാൻ പറ്റുമില്ലയോ? ഇത് കേട്ടതും ആ തലവി പെണ്ണ് നാടകക്കാരൻ്റെ മോന്തയ്ക്കൊരു വെട്ടു കൊടുത്തിട്ട്, എൻ്റെ കോട്ടയെ വന്നിട്ട് എന്നോട് ഗർജിക്കുന്നോടാന്ന് ചോദിക്കും. ഇവർ പേടിച്ചരണ്ട് നിൽക്കുക. പെട്ടെന്നാണ് നാടകക്കാരൻ അവൻ്റെ കയ്യിൽ റബ്ബർ ഗ്രനേഡ് എടുത്തിട്ട്, ഇപ്പം ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കടി, ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത് പാടി, ഈ മൂക്കൊലിക്കുന്ന പിള്ളേരെ കണ്ട് ഞാൻ പേടിക്കുന്നു വിചാരിച്ചോ? നിനക്കൊന്നും ഞാൻ ആരാണെന്നറിയില്ല, എല്ലാത്തിനെയും കത്തിച്ച് പൊടിപ്പിച്ച് കളഞ്ഞാൽ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞ് ആ ഗ്രനേഡിന്റെ പിന്ന് വലിച്ചൂരി എന്നോട് കാണിച്ചതിന് നീ അനുഭവിക്കാൻ പോകുന്നടി എന്ന് പറഞ്ഞ് ഇവരെ നൈട്രജൻ കുറ്റിയിലേക്ക് വലിച്ചെറി. അതുകൊണ്ട് ഇവരെല്ലാം പേടിക്കുമെന്നാണ് അവന്റെ ധാരണ. പക്ഷെ സംഭവിച്ചത്, ഈ റബ്ബർ പന്തിനകത്ത് പീപ്പി ഉണ്ടായിരുന്നു. അത് ചെന്ന് വീണിട്ട് പീപ്പീന്നൊരു ഒച്ചയുണ്ടാവും. ചെക്കൻ പെട്ടു. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അവർ പകച്ചു നിൽക്കുക. ആ തലവി പെണ്ണ് ഗ്രനേഡ് കയ്യിലെടുത്തിട്ട് ചിരിക്കാൻ തുടങ്ങും. നീയൊക്കെ ഏതാടാന്ന് ചോദിക്കുകയാണ് നാടകക്കാരൻ. എന്നാ ശരി ഓടിക്കോ എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. ഇവര് 3 പേരും കിട്ടിയ വഴി കൂടെ എല്ലാം രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുക. പുറകെ തന്നെ റൗഡികളുണ്ട്. ഓടി എങ്ങനെയൊക്കെയോ പുറത്തെത്തിയെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഈ ആഫ്രിക്കൻ തലവി പെണ്ണിന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടു. നിങ്ങളെ കഥ തീർന്നടാന്ന് പറഞ്ഞിട്ട് ആ തലവി വാളുകൊണ്ട് നാടകക്കാരനെ വെട്ടാൻ നിൽക്കുക. പെട്ടെന്നാണ് വെടിയൊച്ച കേൾക്കുക. ഒരു പോലീസുകാരൻ ഡോർ ചവിട്ടി തുറന്നു വന്നിട്ട്, ആരും അനങ്ങിപ്പോരുത്, പോലീസ്, എല്ലാവരും അനങ്ങാതെ ഫ്രീസായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞ് തോക്കൊണ്ട് വീണ്ടും വെടിക്കും. ഈ വെടിയൊച്ച കേട്ടുടനെ അകത്തുണ്ടായിരുന്ന റൗഡികളെല്ലാം ചെതറിയോടി. നമ്മുടെ പിള്ളേര് മാത്രം
മാത്രമേ ഉള്ളൂ അവിടെ. അവർക്ക് ആശ്വാസമായി ഈ പോലീസുകാരൻ വന്നോണ്ട്. ഇവരാ ജോലിക്ക് പറഞ്ഞു വിട്ട പോലീസാണ് പുള്ളി. അയാൾ അകത്ത് വന്ന ഉടനെ ഇവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഡ്രഗ്സ് എന്താണെന്ന് പോയി ചെക്ക് ചെയ്യും. നോക്കുമ്പോൾ നൈട്രജൻ മാത്രമേ ഉള്ളൂ, കൊക്കൈൻ ഇല്ല. ഉടനെ അയാൾ ദേഷ്യപ്പെട്ട് നൈട്രജനോ പണം എവിടെയെന്ന് ചോദിക്കും. ഇവർ പണം കൊടുക്കും. ഇതിൽ കുറവ് പണമല്ലേ ഉള്ളൂ, കാര്യമായ പണവും ഡ്രഗും അവിടെ. എന്ത് പണി ചെയ്യാനാണ് നിങ്ങൾ വന്നത്? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞങ്ങൾ ആദ്യം ചെറിയ അളവിന് വാങ്ങിക്കാനാ വന്നത്. സപ്ലൈ കൂടുകയാണെങ്കിൽ മാത്രമേ അയാൾ കൂടുതൽ പണം കൊടുത്തു വിടുള്ളൂ. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ വന്നത്? ഞങ്ങൾക്ക് ആപത്തുണ്ടായാൽ ടീമായിട്ട് വരാന്നല്ലേ നിങ്ങൾ പറഞ്ഞ്. ഇപ്പൊ എന്താ ഒരാൾ മാത്രം വന്നിരിക്കുന്നു, ബാക്കിയുള്ളവരോടെ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ സത്യം പറയൂ. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൻ, സത്യം പറയാൻ സൗകര്യമില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, എനിക്കിവിടെ ചില കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഹീറോയിനും കൂട്ടുകാർക്ക് സംശയമായി, ഇയാൾ ഇവരെ ട്രാപ്പിലാക്കുകയായിരുന്നോ? ഇയാൾ ശരിക്കും വൃത്തിയുള്ള പോലീസുകാരനാണോ അതോ വൃത്തികെട്ട പോലീസുകാരനാണോ? താൻ സത്യം പറയടോ, താൻ ഞങ്ങളെ കൊടുക്കുകയായിരുന്നില്ലേ? തനിക്ക് വേണ്ടത് പണവും ഡ്രഗ്സും ആയിരുന്നു. അതിനുവേണ്ടി പ്ലാൻ ഇട്ട് ഞങ്ങളെ കൊടുക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ പോലീസുകാരോട് പറയും, തന്നെ വെറുതെ വിടില്ല. എന്താ സംഭവിക്കണമെന്ന് സത്യം പറയും. ഇത് കേൾക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും, നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഞാൻ നിങ്ങളെ കൊടുക്കുകയായിരുന്നു. 3 മണ്ട ശിരോമണികളെ ഞാൻ കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇത് പോലീസ് ടീമിനൊന്നും അറിയില്ല. നിങ്ങളെ വിചാരം നിങ്ങൾ ഡീപ്പ് കവറിലാണെന്നല്ലേ? അല്ല, പോലീസുകാരുടെ കണ്ണിൽ നിങ്ങൾ ഫ്ലൈന്റെ ഏജന്റുമാരാ, ബ്ലഡി ക്രിമിനൽസാ. ഒരാളെ കൊല്ലുകയും ചെയ്തു. ഇനി ഞാൻ പറയാതെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷയില്ല. എനിക്ക് വേണ്ട ഡ്രഗും പണവും നിങ്ങൾ ഉണ്ടാക്കി തരാം. അതുവരെ അകത്തിരുന്നോ, അല്ലാതെ എന്നോട് ചെലയ്ക്കാൻ ശ്രമിച്ചാൽ നീയൊക്കെ എവിടെയാണുള്ളതെന്ന് ഞാൻ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കും. അവരൊറ്റ ഷോട്ടിൽ നിങ്ങളെ കൊന്നിട്ട് ഈ കേസ് തീർക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നവരെ കാത്തിരിക്കും. ഞാൻ ചാടാൻ പറയുമ്പോൾ ചാടിക്കോണം എന്ന് ഇയാൾ പറഞ്ഞു തീരില്ല. അപ്പോഴേക്കും തലമണ്ടയ്ക്ക് ഒരു വെടി കിട്ടി. പോലീസുകാരൻ മരിച്ചു വീഴുന്നു.